അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത പോലത്തെ തന്നെ സെയിം ക്വസ്റ്റ്യനാണ്, പക്ഷേ ഒരു പുതിയ ഐറ്റം ഇതിൻ്റെ അകത്തുണ്ട്. ആ ഐറ്റം ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഈ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ്റെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഐറ്റംസ് ഓരോന്ന് പറഞ്ഞു പോവും. പിന്നെ ഞാൻ പറഞ്ഞില്ല പുതിയതായിട്ടൊരു ഐറ്റം വരുന്നുണ്ടെന്ന്, ആ ഐറ്റത്തിന് ഞാൻ ചെയ്തും കാണിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട റേഷ്യോസ് ഏതൊക്കെയാണ് പറഞ്ഞു നോക്കി. ടൈം റേഷ്യോയും സെയിൽസ് റേഷ്യോ. അപ്പം ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഏറ്റവും ആദ്യം അത് ചെയ്യുക. കണ്ടോ, തുടക്കം പാട്ടിൽ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. എ കമ്പനി വാസ് രജിസ്റ്റേർഡ് ഓൺ 1st February 2014. രജിസ്റ്റർ ചെയ്തത് 1st February 2014 ആണ്. ടു അക്വയർ ദ ബിസിനസ് ഓഫ് A&B ഓൺ 1st October 2013. അതായത് അക്വയർ ചെയ്തത്, അതായത് അക്വയർ മീൻസ് പർച്ചേസ് എന്നാണ് അർത്ഥം, മനസ്സിലായോ? അതായത് പർച്ചേസ് ചെയ്തത് 1st October 2013 ആണ്. അത് ലീഗലി രജിസ്റ്റർ ചെയ്ത് കിട്ടിയത് 1st February 2014 ആണ്. അപ്പം നമുക്ക് ടൈം റേഷ്യോ ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ടൈം റേഷ്യോ എന്ന് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ഈസ് ടു പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ആണെന്നറിയാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡേറ്റ് ഓഫ് അപ്പം ടൈം റേഷ്യോ കണ്ടുപിടിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ഏതാണ് രജിസ്റ്റേർഡ്, ഏതാണ് ഇൻകോർപ്പറേറ്റഡ്, ഏതാണ് പർച്ചേസ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാണ്. അക്വയർ മീൻസ് പർച്ചേസ് ആണ്. മിക്ക ക്വസ്റ്റിനും അക്വയർ എന്നുള്ള വാക്കായിരിക്കും കാണുക. അപ്പോൾ അക്വയർ ചെയ്ത് 1st October 2013 ആണ്. അത് പർച്ചേസ് ചെയ്തത് 1st October എന്ന് പറയുമ്പോൾ മാസം 10 അല്ലേ. 1st October 2013. അത് രജിസ്റ്റർ ചെയ്തത് 1st February 2014, അതായത് 1/2/2014. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇത് എത്ര മാസക്കാലമാണ്? ഒക്ടോബർ ഫുള്ളുണ്ട്. ഒക്ടോബർ ഫുള്ള്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഉണ്ടോ? ഫെബ്രുവരി 1st, അപ്പോൾ ഫെബ്രുവരി ഇല്ല. അപ്പം 4 മാസം. ഇതെന്ന് പറയുന്നത് 4 months ആണ്. അപ്പം പ്രീ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് 4 ഈസ് ടു പോസ്റ്റ് എത്രയായിരിക്കും? മൊത്തം 12 മാസം, അതിൽ 4 മാസം പ്രീ ആവുമ്പം ബാക്കി എത്ര മാസം? 12 - 4 എത്രയാണ്? 8 മാസം പോസ്റ്റ്. അപ്പം ഇത് 1:2 എന്ന് പറയും. അപ്പം പ്രീ ടൈം റേഷ്യോ 1:2. അടുത്തത് സെയിൽസ് റേഷ്യോ. സെയിൽസ് റേഷ്യോയും എങ്ങനെയാണ്? പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് ഈസ് ടു പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽസ്. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രീയും പോസ്റ്റും ഡയറക്റ്റ് തന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, നേരെ എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ തന്നേക്കുന്നതെങ്കിൽ സെയിൽസിന് പറയുന്ന മറ്റൊരു വാക്കാണ് ടേൺ ഓവർ എന്നുള്ളത്. അത് മാറിപ്പോരുത് കേട്ടോ. അപ്പം ടേൺ ഓവർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിലും എന്തെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ടേൺ ഓവർ എന്ന് പറഞ്ഞാലും സെയിൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം തന്നേക്കും അത് ടേൺ ഓവർ ഫോർ ദ വോൾ പീരീഡ് എമൗണ്ടഡ് ടു 2,40,000, ഔട്ട് ഓഫ് വിച്ച് 40,000 റിലേറ്റഡ് ടു ദ പീരീഡ് ഫ്രം 1st October 2013 ടു 1st February 2014. അതായത് മൊത്തം പീരീഡിലെ ടേൺ ഓവർ എന്ന് പറയുന്നത് 2,40,000 ആണ്. ഈ 2,40,000 അകത്ത് വരുന്ന 40,000 എന്ന് പറയുന്നത്, ഈ 2,40,000 40,000 എന്ന് പറയുന്നത് ഈ 1st October 2013 ടു 1st February 2014, അതായത് 1st October 2013 ടു 1st February 2014, അതായത് നമ്മുടെ പ്രീ ഇൻകോർപ്പറേഷനിലെ സെയിൽസ് ആണ്. അപ്പം എങ്ങനെയായിരിക്കും പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് എന്ന് പറയുന്നത്? ക്വസ്റ്റിനെ തന്നേക്കുന്നത് 40,000 ആണ്. ഈസ് ടു ടോട്ടൽ സെയിൽസ് ആണ് പിന്നെ തന്നേക്കുന്നത്. അപ്പം നമുക്കൊന്ന് എഴുതി വേണം വെച്ചേക്കാം. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് 40,000, ടോട്ടൽ സെയിൽസ് ക്വസ്റ്റിനെ തന്നേക്കുന്നത് 2,40,000. അപ്പം പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2,40,000 ഈ 40,000 കുറയ്ക്കണം. അപ്പം 2 lakh കിട്ടും. 2 lakh ആണ് ഏതെന്ന് പറയുന്നത്? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം 4:20 എന്ന് പറയും. അപ്പം 2:10. അപ്പം 1:5. അപ്പം സെയിൽസ് എന്ന് പറയുന്നത് 1:5 ആണ്. അപ്പോൾ ഇത്ര നമ്മൾ ചെയ്തു വെച്ചു. അപ്പം ടൈം റേഷ്യോയും നമുക്ക് കിട്ടി, സെയിൽസ് റേഷ്യോയും കിട്ടി. അപ്പം ടൈം റേഷ്യോ എത്രയാണ്? ടൈം റേഷ്യോ 1:2, സെയിൽസ് റേഷ്യോ 1:5. അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 പാരഗ്രാഫിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ദ ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് 96,000. അപ്പോൾ ഇനി നമ്മൾ ഓരോന്നും ഏതിൻ്റെ ബേസിലാണ് വീതിക്കുന്നതെന്ന് ക്വസ്റ്റ്യനെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് എഴുതുവാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഏതാണ്? സെയിൽസ് റേഷ്യോയാണ്. അടുത്ത് ഡയറക്ടേഴ്സ് ഫീസ് പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ മാത്രമേ ഉള്ളൂ. ഓഡിറ്റേഴ്സ് ഫീസ് ഏതിൻ്റെ ബേസിലാണ്? ടൈം റേഷ്യോ. റെൻറ്റ് റേറ്റ്സ് ടൈം റേഷ്യോ തന്നെ. ബാഡറ്റ്സിൻ്റെ നോക്കി, ബാഡറ്റ്സ് ഓഫ് വിച്ച് ₹700 റിലേറ്റഡ് ടു ബുക്ക് ഡേറ്റ്സ് ക്രിയേറ്റഡ് ബിഫോർ 1st February 2014.
അപ്പോൾ ബാർഡക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം തന്നിട്ടുള്ളത് 2000 ആണ്. ഈ 2000 അതായത് ടോട്ടൽ എമൗണ്ട് 2000 ആണ്. ഈ 2000 അത് 700 എന്ന് പറയുന്നത് എവിടുത്തെയാണ്? പ്രീ ഇൻകോർപ്പറേഷൻ, അതായത് 1 ഫെബ്രുവരി 2014 മുമ്പുള്ളതെന്ന് പറഞ്ഞത്. 1 ഫെബ്രുവരി 2014 മുമ്പുള്ളതെന്ന് പറയുമ്പോൾ അത് ഏത് പീരീഡാണ്? പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡാണ്. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ 700ഉം, അപ്പോൾ എങ്ങനെ വരും? പ്രീയിലെ 700 എന്ന് ഇവർ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. പിന്നെ ടോട്ടൽ 2000 എന്നും പറയുന്നുണ്ട്. അപ്പം പോസ്റ്റിലെ എത്രയായിരിക്കാം? എത്രയാ? പ്രീയിൽ 700 ആണ്, അതിവിടെ പറയുന്നുണ്ട്. ഇതിനു മുമ്പായ ബുക്ക് ഡേറ്റ്സ് ഈ 1 ഫെബ്രുവരി 2014 മുമ്പാണ് 700 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രീയിലെ 700 ആണ്. അപ്പം പോസ്റ്റിലെ എത്രയായിരിക്കും? ബാലൻസ് യൂഷ്വലി നമ്മൾ ഏത് റേഷ്യോ വെച്ചിട്ടാണ് വീതിക്കുന്നത്? ടൈം റേഷ്യോ വെച്ചിട്ടാണ് വീതിക്കുന്നത്. പക്ഷേ ക്വസ്റ്റിനിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ വീതിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ പറയുന്ന രീതിക്ക് വേണം വീതിക്കാൻ. അപ്പം 1 ഫെബ്രുവരിക്ക് മുമ്പുള്ളത് 700 എന്ന് പറയുന്നു. ടോട്ടൽ 2000 തന്നിട്ടുണ്ട്. അപ്പം പോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 2000-ൻ്റെ അന്ന് 700 കുറയുന്നതായിരിക്കും. അപ്പം എത്രയാണ്? 1300 ആയിരിക്കും പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രീയിലെ 700ഉം പോസ്റ്റിലെ 1300. അടുത്ത സാലറി ടൈം റേഷ്യോ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, അത് ഏതിൻ്റെ ബേസാ? പോസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഡിപ്രിസിയേഷൻ ടൈം റേഷ്യോ. പ്രിലിമിനറി എക്സ്പെൻസസ് പോസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ജനറൽ എക്സ്പെൻസസ് ടൈമാണ്. അടുത്ത കമ്മീഷൻ ഓൺ സെയിൽസ്, അത് ആ വാക്കിൽ തന്നെ ഉണ്ട്. ഏതിൻ്റെ റേഷ്യോ ആയിരിക്കും? സെയിൽസ് റേഷ്യോ ആയിരിക്കും. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ടൈമാണ്. അഡ്വർടൈസിങ് ടൈമാണ്. അഡ്വർടൈസ്മെന്റ് നമ്മൾ വിൽപ്പനയ്ക്ക് സെയിൽസിൻ്റെ ആയിട്ട് കൊടുക്കുന്നതല്ലേ, അപ്പോൾ അത് സെയിൽസ് ആണ്. സെയിൽസ്മാൻ സാലറി ഏതായിരിക്കും? സെയിൽസ്മാൻസ് എന്ന് പറയുന്നുള്ളതുകൊണ്ട് അത് സെയിൽസിൻ്റെയാണ്. വെറും സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൈമാണ്. സെയിൽസ്മാൻസ് സാലറി എന്ന് പറയുന്നതുകൊണ്ടാണ് സെയിൽസിൻ്റെ. അപ്പോൾ ഇത്ര ഐറ്റംസ് നോർമൽ കേസിൽ നമുക്ക് അറിയാവുന്ന ഐറ്റംസ് ആണ്. ഇനി ഇത് നോക്കുക. ഇൻട്രസ്റ്റ് ടു വെൻഡേഴ്സ് അറ്റ് 10% പെർ ആനം ഓൺ ₹1 lakh ഫ്രം 1 October 2013 to 31 May 2014 amounted to ₹6,667. അതായത് ഇൻട്രസ്റ്റ് ഓൺ വെൻഡേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഓൺ വെൻഡേഴ്സ് എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു വരും. ഇൻട്രസ്റ്റ് ഓൺ വെൻഡേഴ്സ് എന്നായിരിക്കും ചിലപ്പം തരുന്നത്, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ പർച്ചേസ് കൺസിഡറേഷൻ ആയിരിക്കും തരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് നമ്മൾ നോക്കുക. അത് നമ്മളൊന്ന് എഴുതി വെക്കുക. ഇവിടെ തന്നിരിക്കുന്ന ടൈം പീരീഡ് എത്രയാണ്, അതായത് എത്ര നാളത്തെയാണ് 6667 എന്ന് എഴുതി വെക്കുക. 1 ഒക്ടോബർ 1/4/2013 ടു 31/5/2014 വരെയുള്ള ഇൻട്രസ്റ്റ് ടു വെൻഡേഴ്സ് ആണ് 6667 എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായോ? ഇത് ക്വസ്റ്റിനെ തന്നേക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 6667 പ്രീ ഇൻകോർപ്പറേഷനിലോട്ടുള്ള എമൗണ്ട് എത്രയാണ്, പോസ്റ്റ് ഇൻകോർപ്പറേഷനിലോട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക? നമ്മുടെ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് കറക്റ്റായിട്ടൊന്ന് എഴുതി വെക്കുക. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്, ഈ ഐറ്റം യൂഷ്വലി നമുക്ക് തെറ്റ് വരാൻ ചാൻസ് ഉള്ള ഐറ്റമാണ്, അതുകൊണ്ടാണ് വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എഴുതി വെക്കുക. അത് നേരത്തെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അത് നോക്കി ഒന്നുകൂടെ എഴുതിയാൽ മതി. അതായത് 1/10/2013 ടു 1/2/2014, അത് ഇങ്ങോട്ട് എഴുതി വെക്കുക. 1/10/2013 ടു 1/2/2014. അപ്പോൾ ഇതാണ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇനി പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡും എഴുതി വെക്കുക. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ 1/2 തൊട്ടായിരിക്കും തുടങ്ങുക. 1/2/2014 ടു ബുക്സ് ക്ലോസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റിനിൽ പറയും. ഇത് കണ്ടോ, ബുക്സ് എന്നാണ് ക്ലോസ് ചെയ്തതെന്ന്. ദ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി ഫോർ ദ പീരീഡ് എൻഡഡ് 30th September 2014. അപ്പം 30 സെപ്റ്റംബർ എന്ന് പറയുമ്പം 9 2014 ബുക്സ് ക്ലോസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്ര മാസമാണ്? 4 months ആണ്. ഇതെന്ന് പറയുന്നത് എത്ര മന്ത്സ് ആണ്? 8 months ആണ്. ഇത്ര മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പ്രീയും പോസ്റ്റ് നമ്മൾ എഴുതി വെക്കുക. ഓരോന്നും കറക്റ്റ് എന്ന് തൊട്ട് എന്ന് വരെയാണ് എത്ര മാസമാണ്, പോസ്റ്റും എന്ന് തൊട്ട് എന്ന് വരെയാണ് എത്ര മാസമാണ്. പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഡേറ്റിൽ നിന്നായിരിക്കും. പിന്നെ പോസ്റ്റിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ക്വസ്റ്റിനിൽ തരും. അപ്പോൾ അത് നമ്മൾ എഴുതി വെച്ചു. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരിക.
ഈ ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കുക. 1/10/2013 ടു 31/3/2014. അപ്പോൾ ഇതിൻ്റെ അത് പ്രീ ഇൻകോർപ്പറേഷനിലെ എത്ര മാസം ഉണ്ടെന്ന് നോക്കുക. ഈ ഡേറ്റിനിടയിൽ പ്രീ ഇൻകോർപ്പറേഷനിലെ എത്ര മാസം ഉണ്ടെന്ന് നോക്കുക. എത്ര മാസമാണ്? 1/10/2013 ടു 31/5/2014 വരെയാണ്. 1/2 നമ്മുടെ പ്രീ ഇൻകോർപ്പറേഷൻ തീർന്നു. അപ്പം ആ 4 മാസം, അതായത് 1/10 ടു, അതായത് ഇവിടെ 1/10 ടു നമ്മുടെ പ്രീ ഇൻകോർപ്പറേഷൻ തീരുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. 1/10 ടു ഉണ്ടോ, ഈ ഡേറ്റ് ആണ് 1/10. ഇത് ടു നമ്മുടെ പ്രീ ഇൻകോർപ്പറേഷൻ്റെ ക്ലോസ് ഡേറ്റ്. പ്രീ ഇൻകോർപ്പറേഷൻ്റെ ക്ലോസ് ഡേറ്റ് നമ്മൾ നോക്കാം. പ്രീ ഇൻകോർപ്പറേഷൻ്റെ ക്ലോസ് ഡേറ്റ് എത്രയാണ്? അപ്പോൾ 1/10/2013 ടു പ്രീ ഇൻകോർപ്പറേഷൻ്റെ ക്ലോസ് ഡേറ്റ് ഏതാണ്? 1/2/2014. അപ്പോൾ എത്ര മാസമാണ്? 4 months ആണ് അത്. അപ്പം പ്രീ ഇൻകോർപ്പറേഷൻ്റെ 4 മാസമാണ്. ഇൻട്രസ്റ്റ് ടു വെൻഡേഴ്സിൻ്റെ പ്രീ ഇൻകോർപ്പറേഷൻ്റെ 4 months ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഇൻട്രസ്റ്റ് ടു വെൻഡേഴ്സിൻ്റെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ എത്ര മാസമാണെന്ന് നമ്മൾ അറിയണം. അപ്പം ഇതിൻ്റെ ക്ലോസ് ഡേറ്റ് എത്രയാണ്? 1/2/2014 പറഞ്ഞു. ആ 1/2/2014 തൊട്ട് ഈ ഡേറ്റ് വരെ എത്ര മാസമാണ് നോക്കുന്നതാണ് പോസ്റ്റ്. മനസ്സിലായോ? അതായത് പ്രീ ഇൻകോർപ്പറേഷൻ ക്ലോസ് ചെയ്തല്ലോ, ആ പ്രീ ഇൻകോർപ്പറേഷൻ ക്ലോസ് ചെയ്ത ആ ഒരു ഡേറ്റ് ടു ഈ ഒരു ഡേറ്റ് തമ്മിൽ എത്രയാണ്? പ്രീ ഇൻകോർപ്പറേഷൻ ക്ലോസ് ചെയ്ത ഡേറ്റ് എന്നാണ്? 1/2/2014 പ്രീ ഇൻകോർപ്പറേഷൻ ക്ലോസ് ചെയ്തത്. ആ ഡേറ്റ് തൊട്ട് ഈ ഡേറ്റ് വരെ, അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഫുള്ള്. അപ്പോൾ 4 months തന്നെ. മനസ്സിലായോ? അല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഇത് എത്ര മാസമാണെന്ന് എഴുതി വെക്കുക. 8 months ആണല്ലോ. ഈ 8 months എഴുതി വെക്കുക. ഈ 8 monthsൻ്റെ അകത്ത് പ്രീ ഇൻകോർപ്പറേഷൻ 4 ആണെന്ന് നമുക്ക് മനസ്സിലായി. മിച്ചം വരുന്ന 8-ന്ന് 4 പോയിട്ടുണ്ടെങ്കിൽ 4 ഏതായിരിക്കും? പോസ്റ്റ് ആയിരിക്കും. ആ രീതിക്ക് ചെയ്യുമായിരിക്കും ഒന്നുകൂടെ നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഫ്രമും ടു പ്രീൻ്റെയും പോസ്റ്റിനെ സെപ്പറേറ്റ് എഴുതി വെക്കുക. അതിനുശേഷം ക്വസ്റ്റിനെ തന്നിരിക്കുന്ന ഡേറ്റ് എഴുതുക. 1/10/2013 ടു 31 ആ ഇൻട്രസ്റ്റ് വെൻഡേഴ്സിൻ്റെ പറഞ്ഞേക്കുന്ന ഡേറ്റ് എഴുതി വെക്കുക. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ഡേറ്റ് ടു പ്രീ ഇൻകോർപ്പറേഷൻ്റെ ക്ലോസ് ഡേറ്റ് നോക്കുക. അപ്പോൾ ഏതാ അതിൻ്റെ ക്ലോസ് ഡേറ്റ് എന്ന് പറയുന്നത്? 1/10/2013 ടു 1/2/2014. 1/2/2014 ഇത് എത്ര മാസമാണ്? അപ്പം പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ 4 months ആയിരുന്നു നമുക്ക് മനസ്സിലായി. അപ്പം ടോട്ടൽ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് 8 months ആണ്. ഇത് കണ്ടോ, 1/10/2013 ടു നമ്മുടെ 35 May 2014 വരെ 8 മാസമാണ് ഉള്ളത്. ഈ 8 മാസത്തിൽ 4 മാസം എന്ന് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ ആണ്. അപ്പം ബാക്കി എത്ര മാസമായിരിക്കും? 8 മാസത്തിൽ 4 മാസം പ്രീ, ബാക്കി 4 മാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസ്റ്റ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഗസ് ചെയ്യാം. അതായത് മൊത്തം മാസം എഴുതി വെക്കുക, അതിൻ്റെ അകത്ത് പ്രീ എത്ര തൊട്ട് എത്ര വരെയാണെന്ന് നോക്കുക. എന്നിട്ട് ആ ടോട്ടൽ മന്ത്സിൻ്റെ അകത്ത് പ്രീ കുറയ്ക്കുമ്പം എന്ത് കിട്ടും? പോസ്റ്റിൻ്റെ മന്ത്സ് കിട്ടും. അപ്പം 4 months. അപ്പോൾ എങ്ങനെ ഇതൊരു റേഷ്യോ രൂപത്തിൽ നമുക്ക് ആക്കണം? 4:4 എന്ന് വരും. അത് 1:1 എന്ന് വരും. 1:1. ഇനി എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് ടു വെൻഡേഴ്സിന് 6667 തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കോളം വരച്ച് എഴുതുമ്പം പ്രീയുടെ അവിടെ 6667 ഇൻറ്റു 1/2 പ്രീയുടെ എവിടെ എഴുതുക? 6667 ഇൻറ്റു 1/2 എവിടെ എഴുതുക? രണ്ടും 1:1 അല്ലേ. അപ്പം 1/2. അപ്പം 1/2 പ്രീയുടെ എവിടെ എഴുതുക? 1/2 പോസ്റ്റിൻ്റെ അവിടെ എഴുതുക. അപ്പം ഈ ഇൻട്രസ്റ്റ് ടു വെൻഡേഴ്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ടു വെൻഡേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ടു പർച്ചേസ് കൺസിഡറേഷൻ പറഞ്ഞ് ഇങ്ങനെ മാസം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന എമൗണ്ട് അതിൻ്റെ റേഷ്യോ നമ്മൾ ഉണ്ടാക്കി ഇതിൻ്റെ ബേസിൽ വേണം നമ്മൾ വീതിക്കാൻ. അപ്പം ഇൻട്രസ്റ്റ് ടു വെൻഡേഴ്സ് ഫിനാൻസ് കോസ്റ്റ് അല്ലേ. അപ്പോൾ ഫിനാൻസ് കോസ്റ്റ് കൊണ്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഫിനാൻസ് കോസ്റ്റിൽ 6667 ഇൻറ്റു 1/2 പ്രീയുടെ അവിടെ എഴുതുക. 6667 ഇൻറ്റു 1/2 പോസ്റ്റിൻ്റെ അവിടെ എഴുതുക. ടോട്ടലിൻ്റെ അവിടെ 6667 തന്നെ എഴുതുക. ബേസിസ് ഓഫ് ഏതിൻ്റെ ബേസിലാണെന്നുള്ളിടത്ത് ഒന്നും എഴുതണ്ട. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു കണക്ക്. ബാക്കി അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ
എല്ലാ ഐറ്റംസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദ്യം ടൈം റേഷ്യോ, പിന്നെ സെയിൽസ് റേഷ്യോ, പിന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഒന്ന് ചെയ്തു.